പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ജോലിയുണ്ട്, മാരീഡ് അല്ലാത്ത ഒരാൾ സ്റ്റുഡന്റ് ആയിട്ട് വരുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ അതാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയും. 4 രീതിയിൽ കാനഡയിലേക്ക് വരാൻ പറ്റും. അങ്ങനെ ഒത്തിരിയും ജോലികളുണ്ട്. ഫാമിലി ആയിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ 40 ലക്ഷം രൂപ ചിലവൊന്നുമില്ല. കാനഡയിലേക്ക് വരരുത്, ടോട്ടലി ഡൗൺ ആയിപ്പോൾ കാനഡ വെറുത്തു പോകുന്ന ഞാൻ പറയത്തുള്ളൂ. പഠിത്തം കഴിഞ്ഞോണ്ട് തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട്. ഒരിക്കലും ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ അവർ റിജക്ഷൻ ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. അപ്ലൈ ചെയ്ത് ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞിരിക്കുകയാണ്. വരാൻ ധൈര്യമായിട്ട് വരാൻ കുഴപ്പമൊന്നുമില്ല. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എനിക്കറിയാം നിങ്ങൾ ഈ തംബ്നെയിൽ കണ്ടിട്ടാണ് ഈ വീഡിയോ ക്ലിക്ക് ചെയ്തതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇതുപോലെ ഒത്തിരിയും വീഡിയോസ് കണ്ടിട്ടുണ്ട്. കാനഡയിലേക്ക് വരരുത്, UK പോകരുത്, ഓസ്ട്രേലിയയിലേക്ക് വരരുത്, ഇവിടെ വന്നാൽ പ്രശ്നമാണ്, അതാണ്, അങ്ങനെ ഒത്തിരി യൂട്യൂബേഴ്സ് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആൾക്കാർ കയറി കാണാറുണ്ട്, ഞാനും കയറി കാണാറുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് കാനഡയിലേക്ക് വരരുതെന്ന് പറയത്തില്ല. പക്ഷേ കാനഡയിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. കാരണം ഞാൻ 2021 കാനഡയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ആൾമോസ്റ്റ് 3 ഇയർ ആയി. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ വരുമ്പോഴുള്ള സാഹചര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഇതുപോലെ ഒത്തിരിയും വീഡിയോസ് കയറി കാണാറുണ്ടായിരുന്നു, എന്നും കാണുമായിരുന്നു. അതുപോലെ ആയിരിക്കും നിങ്ങളും. ഇപ്പോൾ കാനഡയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരിയും പേര് നാട്ടിലുണ്ട്. അവരെല്ലാവരും യൂട്യൂബിൽ കയറി നിരന്തരം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ കാണുന്നത് കാനഡയിലേക്ക് വരരുത്, എന്നാൽ പിന്നെ UK പോകുന്നതായിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോ കാണും, UK വരരുത്, ഇവിടെ പ്രശ്നമാണ്, അതാണ് ഇതാണെന്ന്. അപ്പോൾ വിചാരിക്കുന്ന ജർമ്മനി, ഇറ്റലി അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. അപ്പോഴും നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോഴും കുറച്ച് യൂട്യൂബേഴ്സ് അവിടെ ഉള്ളവർ മേ ബി അവിടെ ഉള്ളവർ സെറ്റിൽ ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ലെവലിലായ ആളായിരിക്കും. അവർ പറയാം ഇങ്ങോട്ട് വരരുത്, ഇവിടെ പ്രശ്നമാണ്, അതാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ ഇപ്പം ഞാൻ കാനഡ ബേസ് ആണ് പറയുന്നത്, കാരണം ഞാൻ കാനഡയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നിലവിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണാറുള്ളവരായിരിക്കാം, പുതുതായിട്ട് കാണുന്നവരുണ്ടായിരിക്കാം. അപ്പം ഞാൻ പറയുന്നത് കാനഡയിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും കാനഡയിലേക്ക് വരരുതെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ 2021 വന്നപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ കാനഡയിൽ. ഒത്തിരിയും ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് 4 രീതിയിൽ കാനഡയിലേക്ക് വരാൻ പറ്റും. 4 കൂടുതൽ ഓപ്ഷൻ ഉണ്ട്. ഞാൻ മെയിനായിട്ട് 4 രീതിയാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് സ്റ്റഡി പെർമിറ്റ്, സ്റ്റുഡന്റ് ആയിട്ട് നിങ്ങൾക്ക് കാനഡയിൽ പഠിക്കാൻ വരാൻ പറ്റും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് PR കിട്ടി വരാൻ പറ്റും. എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് PR കിട്ടി കാനഡയിൽ വരാൻ പറ്റും. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ നല്ലൊരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് ഇവിടുത്തെ കമ്പനീസൊക്കെ അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ട് LMI പോലെ സെറ്റപ്പ് അങ്ങനെ നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. പിന്നെ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയിൽ വരാൻ പറ്റും. അപ്പോൾ ഈ 4 ഓപ്ഷനിലും നല്ല ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കും. കാരണം വീഡിയോ ഒത്തിരി ലെങ്തി ആക്കാൻ ശ്രമിക്കുന്നില്ല. ഇൻ കേസ് ഇത് ലെങ്തി ആയിപ്പോയാൽ ഞാൻ വീണ്ടും വേറെ വീഡിയോയുടെ ബാക്കി കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ പറയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം അവർക്ക് ഉപകാരപ്പെടും ഡെഫിനറ്റ്ലി. ഇതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി പെർമിറ്റ് ആണ്. ഇപ്പോൾ ഞാൻ സ്റ്റുഡന്റ് ആയിട്ടാണ് കാനഡയിൽ വന്നത്. അപ്പോൾ സ്റ്റുഡന്റ് ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ 2024-25 വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം ഒത്തിരിയും ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ സ്റ്റുഡന്റ് ആയിട്ട് ഒരു മാരീഡ് അല്ലാത്ത ഒരാൾ സ്റ്റുഡന്റ് ആയിട്ട് വരുമ്പോൾ മെയിൻലി നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സ് ഇനി എടുക്കാൻ പോകുന്നത് PNB റിലേറ്റഡ്. ഇപ്പം നിങ്ങൾ വരുന്ന ഒണ്ടാരിയയിലാണ്, ഏത് പ്രൊവിൻസിലാണെങ്കിലും അപ്പോൾ അവർ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഇവിടെ ജോലി സാധ്യതയുള്ള കോഴ്സിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാലോ, PAL പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ ഒക്കെ വേണം ഇനി അപ്ലൈ ചെയ്യുന്നവർക്ക്. വിസ ഒത്തിരി റിജക്ഷൻ ആവുന്നുണ്ട്, അങ്ങനെ ഒത്തിരിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ്, ഓക്കെ, ഇപ്പം റെസ്റ്റോറൻറ്റ് ഫീൽഡാണ് ഇഷ്ടം അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ് ഇഷ്ടം, അതൊരു വഴിക്ക് നിൽക്കട്ടെ. നിങ്ങൾക്ക് കാനഡയിലേക്ക് വരണം, ഇവിടെ PR കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കോഴ്സ് എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾക്ക് ടഫുള്ള കോഴ്സ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാരണം അധികാരം എടുക്കാത്ത കോഴ്സുകൾ കാനഡയിൽ PNB സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ സ്കിൽ ജോലികളുണ്ട്. ഇപ്പോൾ കാർപ്പൻറ്റർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ഒണ്ടാരിയിൽ അതൊക്കെയാണ് സ്കിൽ ജോലികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരിയും ജോലികളുണ്ട്. അപ്പോൾ ഒണ്ടാരിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഒത്തിരിയും PNB വരെ റെഗുലറായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ജോലികളുണ്ട്. അതിൽ എത്തിപ്പെടാനായിട്ട് എന്ത് പഠിക്കണമെന്ന് നിങ്ങൾ ആദ്യം റിസർച്ച് ചെയ്യുക. അതുപോലെ ഈ കോളേജ് സെലക്ട് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ PPP കോളേജ് സെലക്ട് ചെയ്യരുത്. നല്ല കോളേജുകൾ മാത്രം സെലക്ട് ചെയ്യുക. കാരണം PPP കോളേജ് പഠിച്ചാൽ നിങ്ങൾക്ക് പഠിത്തത്തിന് ശേഷം നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക്പെർമിറ്റ് കിട്ടത്തില്ല. പഠിത്തം കഴിഞ്ഞുകൊണ്ട് തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഏജൻസികൾ പറയുമ്പോൾ എല്ലാ രീതിയിലായിട്ടൊന്നും പറയത്തില്ല. കാരണം ഏജൻസികൾക്ക് ടൈപ്പുള്ള കുറേ കോളേജുകളുണ്ട്. സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞ ബോർഡും വെച്ചിട്ട് ഒത്തിരിയും പേരെ അട്രാക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നല്ല നല്ല ഫോട്ടോസ് ഒക്കെ കാണിച്ചിട്ട് കാനഡയുടെ ഓസ്ട്രേലിയയുടെ ഫോട്ടോസ് ഒക്കെ കാണിച്ചിട്ടായിരിക്കും കൂടുതൽ പേര് അട്രാക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു ഏതെങ്കിലും ഏജൻസി പോയിട്ട് എൻക്വയറി ചെയ്താൽ പോലും അവർ പിറ്റേ ദിവസം വിളിക്കും, ഇന്നടത്ത് ഇന്നതുണ്ട്, ഓഫർ ഉണ്ട്, അതുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് നല്ല നല്ല ഒരു അട്രാക്ഷൻ തന്നിട്ട് നമ്മളെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യിപ്പിക്കുകയാണ് അവർ ചെയ്തത്. കാരണം അവർക്ക് ഈ കോളേജായിട്ട് ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ മേടിച്ചു കൊടുത്താൽ അവർക്കൊരു ഫീസ് അവിടുന്ന് കിട്ടും. അല്ലാതെ ഈ പറഞ്ഞ സ്റ്റുഡൻസിൽ നിന്നുള്ള ഫീസൊന്നും അല്ല അവർക്ക് കിട്ടുന്നത്. നമ്മൾ കൊടുക്കുന്ന സർവീസ് ചാർജൊക്കെ വളരെ കുറവായിരിക്കും, 10,000 ഒക്കെ കൊടുക്കത്തുള്ളൂ. പക്ഷേ കോളേജിൽ നിന്ന് കുറച്ച് ഫീസ് അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ പൈസ ഏൺ ചെയ്യുന്നത്. എല്ലാ ഏജൻസികൾക്കും ഈ സെറ്റപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾ അവർ പറയുന്ന കോളേജ് ചൂസ് ചെയ്യാതെ നിങ്ങൾക്കൊരു ധാരണ വേണം. നിങ്ങൾ നല്ലപോലെ റിസർച്ച് ചെയ്യണം. കാനഡ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് പ്രൊവിൻസിലാണ് വരാൻ പോകുന്നത്, അവിടെ എന്തൊക്കെ ജോലി സാധ്യതകളുണ്ട്, ഏത് കോഴ്സ് പഠിച്ചാൽ എനിക്ക് PR കിട്ടും. ഈ കേസ് എന്ന് പറയുന്നത് PR ആഗ്രഹിച്ച് വരുന്നവർക്ക് മാത്രമായിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അല്ല, നിങ്ങൾക്ക് ഒരു നല്ലൊരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് നാട്ടിൽ തന്നെ ഒന്ന് സെറ്റിൽ ചെയ്യണം, ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ എനിക്ക് നല്ല ജോലി കിട്ടണം, അങ്ങനെയാണെങ്കിൽ പഠിത്തം മാത്രമാണ് ലക്ഷ്യമെങ്കിലും ഒക്കെ കുഴപ്പമില്ല. നിങ്ങൾ ജസ്റ്റ് ഏത് കോഴ്സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കുക, വന്ന് പഠിക്കുക, തിരിച്ച് നാട്ടിൽ പോവുക.
PR കേസ് ആണെങ്കിൽ ഇപ്പം നല്ല ജോലികൾ കിട്ടുന്ന കോഴ്സുകൾ പഠിച്ചാൽ പോലും ഇവിടെ ജോലികൾ കിട്ടുന്നില്ല. അപ്പോൾ PNB സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, മാനിറ്റോബയിൽ 2024 വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി പോകുന്നവർക്ക് വർക്ക് പെർമിറ്റ് 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കയറി കാണാം. അപ്പോൾ അതെന്ന് പറയുന്നത് അവർ PNB സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, PNBയിൽ ജോലി ചെയ്യുന്ന മാനിറ്റോബിലുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ഇൻവിറ്റേഷൻ കിട്ടുകയും വിത്തിൻ 2 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് PR മാറാനുള്ള ഒരു ഓഫർ അവർ കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ അത് കൂടുതലും പ്രൊവിൻസിലേക്ക് അവർ ഇങ്ങനെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒണ്ടാരിയിലോട്ടും മറ്റുള്ള പ്രൊവിൻസിലേക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കാരണം 2024-25 വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി പോകുന്നവരെല്ലാം തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥയാണ്. കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. കാരണം CR സ്കോർ, അതായത് PR അപ്ലൈ ചെയ്യാനുള്ള CR സ്കോർ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ PNB ഒരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ PNB സപ്പോർട്ട് ചെയ്യുന്ന ജോലി കിട്ടുന്ന രീതിയിലുള്ള കോഴ്സുകൾ എടുത്തിട്ട് വേണം നിങ്ങൾ ഇനി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ. ഏജൻസികൾ പറയുന്നത് നോക്കരുത്, നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളൊരു ഐഡിയ വേണം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ്. ഇതാണ് സ്റ്റഡി പെർമിറ്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്റ്റഡി പെർമിറ്റ് നേരത്തെയൊക്കെ ഞാൻ വന്ന സമയത്തൊക്കെയാണെങ്കിൽ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. ഞാനൊരു 1+1 പ്രോഗ്രാം എടുത്താണ് പഠിക്കാൻ വന്നത്. അന്നേരം നമുക്ക് സ്പൗസിനെ കൊണ്ടുവരായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അന്നേരം കോവിഡ് ആയതുകൊണ്ട് ഏകദേശം സമയം എടുത്തു, 10 മാസത്തോളം സമയം എടുത്തു. പക്ഷേ ഇപ്പോഴത്തെ കേസും എൻ്റെ ഡിഫറൻ്റ് ആണ്. ഇപ്പം കാനഡയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് പോലും കിട്ടുന്നില്ല. നമുക്കറിയാം ഒത്തിരിയും പേരുണ്ട്, അവരൊക്കെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം കുഞ്ഞും ഹസ്ബൻഡൊക്കെ നാട്ടിലാണ്, വിസയ്ക്ക് അപ്ലൈ ചെയ്തു, റിജക്ഷൻ ആയി. കാരണം അവർ റിജക്ഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം അവർ റൂൾ മാറ്റിയതിന് ശേഷം അപ്രൂവൽ കൊടുക്കുന്നത് വളരെയധികം കുറവാണ്. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇൻഡിവിജ്വൽ ആപ്ലിക്കൻ്റ് അല്ല, സിംഗിൾ അല്ല, നിങ്ങൾക്ക് ഫാമിലി ഉണ്ട്, ഫാമിലിയും വൈഫിനെയും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറേറ്റോ എടുക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് എടുക്കാവൂ. കാരണം അതിന് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെ വർക്ക് പെർമിറ്റ് കൊണ്ടുവരാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്തിട്ട് അവരെ അങ്ങനെ കൊണ്ടുവരണം. അതിനും റിജക്ഷൻ ഉണ്ട്. വിസിറ്റിംഗ് വിസ കൊണ്ടുവന്ന് അവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പാർട്ട് ടൈമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സെപ്റ്റംബർ തൊട്ട് 24 മണിക്കൂർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ജോലി കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലേ കിട്ടുള്ള ഒരവസ്ഥയാണ്. വന്നുകൊണ്ട് ജോലിയൊന്നും കിട്ടത്തില്ല. അപ്പം നിങ്ങൾക്ക് വലിയൊരു ബർഡൻ ആയിപ്പോകും. കാരണം നമ്മുടെ സ്പൗസും കുഞ്ഞും എല്ലാം കൂടെ ഉണ്ട്, നിങ്ങൾ പഠിക്കണം. ടഫ് കോഴ്സ് ആണെങ്കിൽ പഠിക്കേണ്ടതായിട്ട് വരും. പാർട്ട് ടൈം ജോലി പോലും ചെയ്യാൻ പറ്റത്തില്ല പ്രോപ്പറായിട്ട്. അപ്പം നിങ്ങൾ ടോട്ടലി ഡൗൺ ആയിപ്പോകും. കാനഡ വെറുത്തു പോകുന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ആൾക്കാർ കൂടുതൽ ഇതിനെ പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ട് പറയുന്നത്, കാനഡയിലേക്ക് വരരുത് അങ്ങനെ ആയിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് വരാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യുക, സേഫ് ആയിട്ടൊരു സൈഡിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളാണ് സ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി വർക്ക് പെർമിറ്റ് വരുന്ന കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, വർക്ക് പെർമിറ്റ് വരുമ്പോൾ നിങ്ങൾ ഓരോ PNB ഉണ്ട് പ്രോഗ്രാംസ്. ഇപ്പോൾ RNIP, അതുപോലെ തന്നെ ഓരോ പ്രൊവിൻസിലും ഓരോ PNB പ്രോഗ്രാം ജോലി കൊടുക്കുന്ന രീതിയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഗവൺമെന്റ് ത്രൂ ആണത്. അത് നിങ്ങൾ കാനഡ ഗവൺമെന്റ് സൈറ്റിൽ തന്നെ ഓരോ പ്രൊവിൻസിന്റെ സൈറ്റിൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോ സ്കിൽ ജോലികൾ, അവർക്ക് ആരൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ കുക്ക് അങ്ങനെയുള്ള ജോലികളൊക്കെ ഭയങ്കര സൗത്ത് ഇന്ത്യൻ കുക്കൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ മാത്രം കാണപ്പെടുന്ന ആൾക്കാർ, ഇവിടെ ഉള്ളവർക്ക് അതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ ഹയർ ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് പറ്റിയ ജോലികളാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഒക്കെ സെറ്റായി ഓക്കെ ആയെങ്കിൽ അവർ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് അയച്ചു തരും. അങ്ങനെ നിങ്ങൾക്ക് കയറി വരാം. അത് നല്ലൊരു ഗുഡ് ഓപ്ഷനാണ്. കാരണം പിന്നെ വന്നിട്ടും ഈ വർക്ക് പെർമിറ്റ് പുതുക്കണ്ട എന്നുള്ളത് ആ കമ്പനിയുടെ അല്ലെ എംപ്ലോയറുടെ തീരുമാനം മാത്രമാണ്. പക്ഷേ നിങ്ങൾക്ക് PR-ന് എലിജിബിൾ ആവാൻ പറ്റുന്ന ഒരു പ്രൊഫൈലാണ് നിങ്ങളെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ചുകൂടെ സ്കോർ കൂട്ടിയിട്ട് നിങ്ങൾക്ക് PR-ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫൈനലി നമ്മുടെ എയിം എന്ന് പറയുന്നത് PR ആണെങ്കിൽ ഈ വർക്ക് പെർമിറ്റിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു ജസ്റ്റ് ഒരു ജോലി കിട്ടി കയറി വന്നാൽ പോലും PR കിട്ടണമെന്നില്ല. ഇപ്പോൾ LMI എന്ന് പറയുന്ന 6 മാസത്തേക്കാട്ടി കുറച്ചിട്ടുണ്ട്. 6 മാസമേ ഉള്ളൂ. വീണ്ടും 6 മാസം കഴിയുമ്പോൾ പുതുക്കണം. അപ്പോൾ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജോലി ആ എംപ്ലോയർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെന്തെങ്കിലും പുതുക്കത്തില്ല. അവർ പറയും നിങ്ങൾ വേറെ എംപ്ലോയറെ നോക്കിക്കോ, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. അപ്പോൾ നമ്മൾ വീണ്ടും പെട്ടുപോയി. കാരണം നമുക്ക് PR കിട്ടുന്നുമില്ല, വർക്ക് പെർമിറ്റും ഇല്ല, നമ്മൾ തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥയാവും. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് വേറെ ജോലി നോക്കണം. അതൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ നല്ലൊരു പ്രൊഫൈലാണ്. CR സ്കോർ 500 മേളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വർക്ക് പെർമിറ്റ് രീതിയിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ സംഘടിപ്പിച്ച് കണ്ടുപിടിച്ച് വരാൻ പറ്റും. ഓക്കെ, അതാണ് ഈ വർക്ക് പെർമിറ്റിന്റെ കേസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് വിസയാണ്. അതൊരു ഈസി വേ ആണെന്ന് ഞാൻ പറയാം. കാരണം വിസിറ്റിംഗ് വിസ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആരെങ്കിലും ഒക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് LMAയിലേക്ക് മാറാൻ പറ്റും. ഇഷ്ടംപോലെ ലോയറൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്ക് മാറാൻ പറ്റും. അതും ഈ സെയിം കേസാണ്. പക്ഷേ നിങ്ങൾക്ക് വന്ന് ഇവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ തുടർന്നാൽ മതി. കാരണം ഒത്തിരി അധികം ഈ പറഞ്ഞ സ്റ്റഡി പെർമിറ്റ് കൂട്ടുള്ള ഈ 30-40 ലക്ഷം രൂപ ചിലവൊന്നുമില്ല. വിസിറ്റിംഗ് വിസയ്ക്ക് അത്രയും പൈസ ഒന്നും ആവത്തില്ല. എങ്ങനെയാണ് വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ എന്നുള്ളത് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും വിസിറ്റിംഗ് വിസയ്ക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാലും കമന്റിലൂടെ പറഞ്ഞു തരാൻ പറ്റും. അപ്പം അത് വളരെ സിമ്പിൾ വേ ആണ്. അപ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ കിട്ടും. റിജക്ഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പ്രൊഫൈൽ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറേ ട്രാവൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നാട്ടിൽ കുറച്ച് ഫണ്ട് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ലോയർ വഴി നിങ്ങൾക്ക് LMIയിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇൻ കേസ് ഇവിടെ വന്നാൽ പോലും നിങ്ങൾക്ക് സ്റ്റഡി പെർമിറ്റ് മാറാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് വിസിറ്റിംഗ് വിസയുടെ കേസ്. അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ കയറി വരാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വിസിറ്റിംഗ് വിസ. പക്ഷേ വിസിറ്റിംഗ് വിസ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ജസ്റ്റ് LMAയിലേക്ക് മാറുകയോ അല്ലെങ്കിൽ എംപ്ലോയറെ കണ്ടുപിടിച്ച് നിങ്ങൾക്കൊരു എംപ്ലോയ്മെന്റ് ലെറ്റർ കിട്ടി നിങ്ങൾ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്ത് അത് അപ്രൂവ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റൂ. അത് 6 മാസമേ നിലവിൽ ഇപ്പോൾ ഉള്ളൂ LMI. പിന്നെ നിങ്ങളുടെ ജോലിയൊക്കെ ആ എംപ്ലോയർ ഇഷ്ടപ്പെടുവാണെങ്കിൽ പുള്ളി പുതുക്കി തരും. അല്ലെങ്കിൽ അതിനുള്ളിൽ നിങ്ങൾ വേറെ ജോലി കണ്ടുപിടിച്ച് മാറി അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും.
പിന്നെ ഫൈനലി നിങ്ങൾക്ക് പി ആറിന് അപ്ലൈ ചെയ്ത് പി ആർ കിട്ടുന്ന രീതിയിലേക്ക് മാറാൻ പറ്റും. ഇത് ലാസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ പി ആർ ആണ്. പി ആർ എന്ന് പറയുന്നതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് നാട്ടിൽ തന്നെ പി ആർ കിട്ടി വരണം എന്നുള്ളവരാണ്. ഫാമിലി ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പറഞ്ഞ മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, രണ്ടുപേർക്കും നല്ല ജോലിയുണ്ട്, മാക്സിമം ഐഎൽസിന് സ്കോറൊക്കെ നേടിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പി ആറിന് അപ്ലൈ ചെയ്യാം. എക്സ്പ്രസ് എൻട്രി വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ PNB വഴിയൊക്കെ പറ്റുമായിരിക്കും. അതിന് പ്രൊവിൻസ് നോമിനേഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ അത്രത്തോളം നല്ലതാണെങ്കിൽ അത് കിട്ടും. ആ രീതി നിങ്ങൾക്ക് ചൂസ് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, അത് എളുപ്പമുള്ള വഴിയാണ്. അത് കിട്ടുവാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, അത് നോക്കിയിരുന്നോ. അതാണ് ഏറ്റവും നല്ല വേ എന്ന് പറയുന്നത്. കാരണം ഇവിടെ വന്നവരും ഇവിടെ പഠിക്കാൻ വരുന്നവരും ഇവിടെ വിസിറ്റിംഗ് വിസ വരുന്നവരും വർക്ക് പെർമിറ്റ് കിട്ടി വരുന്നവരും അവരെ ഏറ്റവും കൂടുതൽ എയിം ചെയ്യുന്ന പറഞ്ഞാൽ പി ആർ എങ്ങനെ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് പി ആർ കിട്ടി വരുവാണെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് വേ എന്ന് പറയുന്നത് അതാണ്. ഇതിൽ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിൽ കൂടി ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ വിസിറ്റിംഗ്സ് ഒക്കെ അപ്ലൈ ചെയ്തു, 3 ലക്ഷം കൊടുത്തു, ഞാൻ ഇന്നടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ദുബായിലാണ്, എനിക്ക് നല്ല ജോലിയുണ്ട്, ഞാൻ റിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ വിസിറ്റിംഗ്സ് ഒക്കെ അപ്ലൈ ചെയ്തു, ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ളവരോടാണ് ഈ പറയാനുള്ളത്. നിങ്ങൾക്ക് കാനഡ എന്ന് പറഞ്ഞ സ്വപ്നം ഉണ്ടെങ്കിൽ ഈ ഒരു 4 രീതികളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് വഴി ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ഏജൻസികൾ പറയാൻ നിങ്ങൾ കണ്ണുമുട്ടി വിശ്വസിക്കരുത്. ഈവൻ ഈ 4 രീതിയിൽ ഏത് രീതിയാണെങ്കിൽ വിസിറ്റിംഗ് വിസയ്ക്ക് ഒന്നും ഈ പറഞ്ഞ 3-4 ലക്ഷം രൂപ കൊടുത്തു വരേണ്ട ആവശ്യമൊന്നുമില്ല. വർക്ക് പെർമിറ്റും അത്രയും പൈസ ഒന്നുമില്ല. LMI ഇവിടെ കിട്ടണമെങ്കിൽ ഒരു 30,000-40,000 കനേഡിയൻ ഡോളർ ഉണ്ട്. അതൊക്കെ 30 ലക്ഷം 40 ലക്ഷം രൂപയൊക്കെയാണ് അവർ ചോദിക്കുന്നത് നല്ല നല്ല LMIക്ക്. ഒരിക്കലും 3-4 ലക്ഷം രൂപ ഒന്നും ഇല്ല. നോർമലി വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോലും ചില ഏജൻസികൾ 2-3 ലക്ഷമാണ് മേടിക്കുന്നത്. അപ്പം ഒരിക്കലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത് ആർക്കും കിട്ടും. നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫൈൽ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാം. ഇപ്പം നോർമലി ഏജൻസികളൊക്കെ വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ 10,000 രൂപ, നാട്ടിലെ 10,000 രൂപയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഈ ഡോക്യുമെന്റ് ഒക്കെ സെറ്റപ്പ് ആക്കുന്ന കുറച്ച് ചിലവുണ്ട്. അത് കൂടി പോയി 50,000 രൂപയേ ഉള്ളൂ. പിന്നെ ടിക്കറ്റിന്റെ പൈസ ഉള്ളൂ വിസിറ്റിംഗ് വിസയ്ക്ക്. അപ്പോൾ ഈ 2-3 ലക്ഷം ഒന്നുമില്ല. നിങ്ങളുടെ നിലവിലെ ജോലിയും കളഞ്ഞിട്ട് വിസിറ്റിംഗ് വിസയിൽ പോയി അവിടെ വർക്ക് പെർമിറ്റ് മാറാൻ പറ്റും, അവിടെ ജോലി കിട്ടും, നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം, അവിടെ പോയിട്ട് പൈസ കൊടുത്താൽ മതി. അതൊക്കെ എന്ന് പറയുന്നത് പകാ തട്ടിപ്പിരാന്നേ ഞാൻ പറയുള്ളൂ. അതൊന്നും നിങ്ങൾ കംപ്ലീറ്റ്ലി വിശ്വസിക്കരുത്. നിങ്ങളുടെ കയ്യിൽ പേപ്പർ കിട്ടുക, നിങ്ങൾക്ക് വിസ കിട്ടാതെ നിങ്ങൾ പൈസ ഒന്നും അങ്ങനെ കൊടുത്ത് നിങ്ങളുടെ കരിയർ സ്പോയിൽ ചെയ്യരുത്. ഒത്തിരിയും പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്തു, ഏജൻസി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒന്നും പറ്റാത്ത അവസ്ഥയിരിക്കുകയാണ്, പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്, എൻ്റെ ഫാമിലി ആയിട്ട് ആകെ ഡൗൺ ആണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. നമുക്ക് അവരെ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയൊക്കെ കുറെ മെസ്സേജ് കിട്ടുന്നതുകൊണ്ട് ശേഷമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം ഞാനും കാണാറുണ്ട് ഇങ്ങോട്ട് വരരുത്, അങ്ങനെ വരരുത് എന്നൊക്കെ പറയുന്നത്. ഒക്കെ വെറുതെയാണ് കേട്ടോ. നിങ്ങൾ കംപ്ലീറ്റ്ലി റിസർച്ച് ചെയ്യുക. നിങ്ങൾ ഈ പറഞ്ഞ 4 വേയിൽ ഏത് വേയിലാണ് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങളൊരു ധാരണയിലെത്തുക. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു നാട്ടിലേക്ക് 1 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു ജോലിയുണ്ട്, ഹസ്ബൻഡിനും വൈഫിനും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കാനഡയിലേക്ക് വരാൻ ഞാൻ പറയൂല. കാരണം നിങ്ങൾ നാട്ടിൽ സെറ്റിൽ ആണ്, നിങ്ങൾക്ക് അത്രയൊക്കെ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ടാക്സ് ഭയങ്കര കൂടുതലാണ്, ഗ്രോസറീസിന് പൈസ കൂടുതലാണ്. അതുപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നാട്ടിലെ പോലല്ല, ഇവിടെ ജോലി ഇന്നുണ്ടെങ്കിൽ നാളെ ഇല്ലെന്നുള്ള അവസ്ഥയാണ്. കാരണം ഇവിടെ ഒരു ഗൾഫിലെ പോലെ നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല, നാട്ടിലെ പോലെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ പാർട്ട് ടൈം ഉണ്ടല്ലോ, നാട്ടിൽ പാർട്ട് ടൈം ഒക്കെ കുറവാണ്. ഇവിടെ പാർട്ട് ടൈം ഉണ്ട്, ഒരാൾ പോയാൽ അടുത്ത ആൾ കയറും. ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു ദിവസം ജോലി ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. ഒരു മാസത്തിൽ ഒരൊറ്റ ദിവസം ജോലി കിട്ടത്തുള്ളൂ. അവർക്ക് ജോലിയുണ്ട്, പക്ഷെ ഒറ്റ ദിവസമേ ഉള്ളൂ. 8 മണിക്കൂർ ഷിഫ്റ്റാണ് അവരുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ജോലി അടുത്ത മാസമാണ്. ഈ കേസ് പറഞ്ഞാൽ എൻ്റെ വൈഫിന്റെ കേസ് പറഞ്ഞാൽ ഇതേ അവസ്ഥയൊക്കെ തന്നെയാണ്. കാരണം ജോലി ഉണ്ട് പേരിന്, പക്ഷേ മാസത്തിൽ ഒരു ഷിഫ്റ്റ് 2 ഷിഫ്റ്റൊക്കെ ഉള്ളൂ. അപ്പം ഏകദേശം ഞങ്ങൾ വന്നിട്ട് 3 വർഷമായി. ആലോചിച്ച് നോക്കണം. ഇത്രയും നാളായിട്ട് ഇവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ട്. വേറെ ജോലി നോക്കാൻ പറ്റാഞ്ഞിട്ടല്ല, കാരണം ജോലി കിട്ടുന്നില്ല. ഇപ്പൊ ഒത്തിരിയും പേര് നാട്ടിൽ നിന്ന് ഇങ്ങനെ വന്നു, ഏജൻസി വഴി ഇങ്ങനെ ഒത്തിരിയും പേര് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഉള്ളവർക്കൊരു ജോലിയില്ല, പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പോലും സ്റ്റുഡൻസിന് ഇല്ല, ജോലിയില്ല. സെപ്റ്റംബറിലേക്ക് വന്ന സ്റ്റുഡൻസ് പോലും ജോലിയില്ലാത്ത ഒത്തിരിയും പേരെ എനിക്കറിയാം. കാരണം ഇതൊക്കെ റിയാലിറ്റിയാണ്. ഒരിക്കലും ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ നാട്ടിൽ നിങ്ങൾക്ക് ബാങ്കിൽ ഇപ്പം GST ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞാൽ പാർട്ട് ടൈം കിട്ടാത്തവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് GST ഒക്കെ ഇപ്പം 20,635 ഡോളറാക്കിയത്. നേരത്തെ ഞാൻ വന്ന സമയത്ത് 10,000 ക്യാഡേ ഉള്ളായിരുന്നു. അപ്പൊ ഇരട്ടിയാക്കി എന്ന് പറഞ്ഞാൽ ഇവൻ പാർട്ട് ടൈം കിട്ടിയില്ലേ പോലും റെന്റ് ഒക്കെ കൂടിയിട്ടുണ്ട്. പാർട്ട് ടൈം കിട്ടിയില്ലേ പോലും അവർക്കൊന്നും സ്ട്രഗിൾ ഇല്ലാതെ പിടിച്ച് നിൽക്കാൻ പറ്റണം. അതിനായിട്ടാണ് ഗവൺമെന്റ് ഇത്രയും GST ആക്കി മാറ്റിയേക്കുന്നത്. അപ്പൊ ഇതൊക്കെ റിയാലിറ്റിയാണ്. അല്ലാതെ ഇവിടെ കാനഡയിൽ സെറ്റിൽ ആയ ആൾക്കാർ പറയരുത് ഇങ്ങോട്ട് വരരുതെന്ന് പറയുന്നത് അത് വേറൊരു പോയിന്റ്. അത് ഇപ്പം കേൾക്കുന്ന ആൾക്കാർ എങ്ങനെ എടുക്കും എന്ന് പറഞ്ഞാൽ അവൻ പോയി സെറ്റിലായി, അവൻ ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നിങ്ങൾ ഒത്തിരിയും പേര് കാനഡയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്, അബ്രോഡ് പോയി പഠിക്കണം, നല്ലൊരു ലൈഫ്. കാരണം ഇവിടുത്തെ ലൈഫൊക്കെ വളരെ സൂപ്പറാണ്. അപ്പം നാട്ടിലെ പോലെ ഒന്നുമല്ല, അടിപൊളി ലൈഫാണ്. അപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിൽ ആവുന്ന രീതിയിൽ പോകാൻ പറ്റും. ഫിനാൻഷ്യലി ഇപ്പോൾ ലോണൊക്കെ 30-40 ലക്ഷം ലോണൊക്കെ എടുത്ത് വരുന്നവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവർക്ക് ലോണൊക്കെ അടച്ചു തീർക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്യുക. ഭയങ്കര പാടായിരിക്കും ഇനി അങ്ങോട്ട് ഈ ലോണൊക്കെ അടച്ചു തീർക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് പ്ലെന്റി ഓഫ് മണി ബാങ്കിലുണ്ട്, കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ, ധൈര്യമായിട്ട് വരാൻ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് വഴി ചോദിക്കുക, ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത്. സ്റ്റേ ട്യൂൺഡ്. ബൈ.